Good morning, my dear students. Today we are discussing about the topic IP version 4 datagram format. Packet in the IP version 4 layer are called datagrams. അതായത് IP version 4 layers-ലുള്ള പാക്കറ്റ്സുകൾക്ക് പറയുന്ന പേരാണ് ഡേറ്റാഗ്രാം. A datagram is a variable length packet consisting of two parts. ഡേറ്റാഗ്രാം എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ലെങ്ത് പാക്കറ്റാണ്. അതിന് രണ്ട് പാർട്ടാണുള്ളത്, ഹെഡർ പാർട്ടും ഡേറ്റ പാർട്ടും. ദി ഹെഡർ ഈസ് 20 to 60 bytes in length and contain information essential to routing and delivery. ഹെഡർ പോർഷൻ എന്ന് പറയുന്നത് 20 മുതൽ 60 ബൈറ്റ് വരെ ലെങ്ത് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് കാണുന്ന എന്താണ്? ഇൻഫർമേഷൻ എസെൻഷ്യൽ ടു റൗട്ടിംഗ് ആൻഡ് ഡെലിവറി. അപ്പം ഏത് സോഴ്സിൽ നിന്നും ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് എത്തിച്ചേരേണ്ടത് തുടങ്ങിയ ഇൻഫർമേഷൻസ് ഒക്കെ ആയിരിക്കും. ഏതൊക്കെ പാത്ത് വഴിയാണ് പോകേണ്ടത്, ഏതൊക്കെ പാത്ത് എന്ന് വെച്ചാൽ ഏതൊക്കെ IP അഡ്രസ്സ്, ഏതൊക്കെ ഡിവൈസുകൾ വഴിയാണ് പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഹെഡേഴ്സ് പോർഷനിൽ കാണുക. It is customary in TCP IP to show the header in 4-byte sections. Version VER. Okay. This 4-bit field defines the version of the IP version 4 protocol. IP version 4 protocolന്റെ versions define ചെയ്യാൻ വേണ്ടിയാണ് VER എന്ന് പറയുന്ന ഒരു പോർഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ IP version 4ൻ്റെ IP version 4 ഡേറ്റാഗ്രാം ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു രണ്ട് പോർട്ടാണ് ഉള്ളത്, ഹെഡർ പോർഷനും പാർട്ടും ആൻഡ് ഡേറ്റ പാർട്ടും ഉള്ളത്. ഹെഡർ പാർട്ട് എന്ന് പറയുന്നത് 20 മുതൽ 60 ബൈറ്റ്സ് വരെ ലെങ്ത് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് വരികയാണ് VER 4-bit. VER എന്ന് വെച്ചാൽ വേർഷൻ, IP version 4ൻ്റെ വേർഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഇത് 4-bit ഫീൽഡാണ്. കറൻറ്റ്ലി ദ വേർഷൻ ഈസ് 4. ഇപ്പോഴത്തെ IP version 4 ആ പേരിൽ തന്നെയുണ്ട്. ഇപ്പോഴത്തെ കറൻറ്റ് വേർഷൻ എന്ന് പറയുന്നത് 4 ആണ്. ഹവർ വേർഷൻ 6 ഓർ IP version 6 മേ ടോട്ടലി റീപ്ലേസ് വേർഷൻ 4 ഇൻ ദി ഫ്യൂച്ചർ. അപ്പം ഈ IP version 4ൻ്റെ ഡ്രോബാക്സുകളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് IP version 6 വരുന്നത്. ദിസ് ഫീൽഡ് ടെൽസ് ദി IP version 4 സോഫ്റ്റ്വെയർ റണ്ണിംഗ് ഇൻ ദി പ്രോസസ്സിംഗ് മെഷീൻസ് ദാറ്റ് ദി ഡേറ്റാഗ്രാം ഹാസ് ദി ഫോമാറ്റ് ഓഫ് വേർഷൻ 4. All field must be interpreted as specified in the 4th version of the protocol. If the machine is using some other version of IP version 4, the datagram is discarded rather than interpreted incorrectly. അപ്പോൾ ഇവിടെ VER എന്ന് പറയുന്ന ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതൊരു 4-bit ലെങ്ത് ഉള്ള ഫീൽഡാണ്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കറണ്ട് വേർഷൻ ഓഫ് IPയുടെയാണ്, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിൻ്റെ കറണ്ട് വേർഷനാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് HLEN എന്ന് പറയുന്നത്. HLEN എന്ന് വെച്ചാൽ ഹെഡർ ലെങ്ത്. HLEN അതും ഒരു 4-bit ഫീൽഡാണ്. ഇറ്റ് ഡിഫൈൻസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഡേറ്റാഗ്രാം ഹെഡർ ഇൻ 4-byte വേൾഡ്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡേറ്റാഗ്രാമിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണോ ഡേറ്റാഗ്രാമിൻ്റെ ടോട്ടൽ ലെങ്ത് അതായിരിക്കും ഈ HLEN ഫീൽഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദിസ് ഫീൽഡ് ഈസ് നീഡഡ് ബിക്കോസ് ദി ലെങ്ത് ഓഫ് ദി ഹെഡർ ഈസ് വേരിയബിൾ ബിറ്റ്വീൻ 20 and 16 bytes. When there are no options, the header length is 20 bytes and the value of this field is 5 into 5 into 4 equal to 20. When the option field is at its maximum size, the value of the field is 15 into 4 equal to 16. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ ഈ ഹെഡർ പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 മുതൽ 16 ബൈറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ HLENൽ കാണുന്നത് നമ്മുടെ ഡേറ്റാഗ്രാമിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡർ ലെങ്ത് 20 ബൈറ്റ്സ് ആണെങ്കിൽ അവിടെ കാണുന്ന ഫീൽഡ് എന്തായിരിക്കും? 5 into 4, അതായത് ഫീൽഡിൻ്റെ ബിറ്റിൽ 5 എന്നായിരിക്കും അവിടെ റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ അർത്ഥം ഇതാണ്, 5 into 4 ബൈറ്റ്സ് വേൾഡ് ആണ്. സോ 4-byte വേൾഡ് ആണെന്ന് പറയുന്നു. ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഡേറ്റാഗ്രാം ഹെഡർ ഇൻ 4-byte വേർഡ് ആണ്. അപ്പോൾ 4-byte വേർഡ് ആയതുകൊണ്ട് 4ൻ്റെ കൂട്ടത്തിൽ എത്ര ഇൻറ്റു ചെയ്താലാണോ 20 കിട്ടുക അതായിരിക്കും ഇവിടെ കാണിക്കുന്നത്, HLENൽ കാണിക്കുക. ദാറ്റ് ഈസ് 5. വെൻ ദി ഓപ്ഷൻ ഫീൽഡ് ഈസ് അറ്റ് ഈസ് മാക്സിമം സൈസ്, മാക്സിമം കാണിക്കാനുള്ള സൈസ് എന്ന് പറയുന്നത് 15 ആയിരിക്കും. അതായത് 15 into 4 equal to 60. അപ്പം മിനിമം റെപ്രസെൻറ്റേഷൻസ് 5ഉം മാക്സിമം വരുന്ന വാല്യൂ 15ഉം ആയിരിക്കും. 5 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 20ഉം ദെൻ 15 എന്ന് വെച്ചാൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ 16ഉം ആയിരിക്കും. ഓക്കെ, അടുത്തതാണ് സർവീസസ്. അടുത്ത ഫീൽഡാണ് സർവീസസ്. 8-bit ലെങ്ത് ആണ് സർവീസസിന് ഉള്ളത്. IETF has changed the interpretations and name of this 8-bit field. This field previously called service type is now called differentiated services. അപ്പോൾ ഇത് ഈ IETF എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഡിഫൈൻ ചെയ്ത, ആദ്യമേ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത കമ്പനിയാണ്, എൻജിനീയേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അവിടെ IETF എന്ന് വെച്ചാൽ ഈ കമ്പനി ആദ്യമേ ഇതിനെ സർവീസ് ടൈപ്പ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പറയുന്നത് ഡിഫറൻഷിയേറ്റഡ് സർവീസ് എന്നാണ്.
എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സർവീസ് ഫീൽഡിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡി ഉണ്ട്, ടി ഉണ്ട്, ആർ ഉണ്ട്, സി. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസ് ടൈപ്സുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡ് നോക്കുക, ഈ ഒരു ഫിഗറിൽ നോക്കുക, സർവീസസ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്. ഈ 8 ബിറ്റിൽ ഒന്നെങ്കിൽ ഈ IETS പ്രീവിയസ് ആയിട്ട് അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത് സർവീസ് ടൈപ്പ് എന്നും ഇപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റഡ് സർവീസസ് എന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് സർവീസ് ടൈപ്സ് എന്ന് നോക്കാം. ഇൻ ദിസ് ഇൻ്റർപ്രിറ്റേഷൻ ദി ഫസ്റ്റ് 3 ബിറ്റ് ആർ കോൾഡ് പ്രസിഡൻസ് ബിറ്റ്, ദി നെക്സ്റ്റ് 4 ബിറ്റ് ആർ കോൾഡ് ടൈപ്പ് ഓഫ് സർവീസസ് ബിറ്റ് ആൻഡ് ദി ലാസ്റ്റ് ബിറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ഫിഗറിൽ തന്നെ കാണുന്നുണ്ട്, ഈ യെല്ലോ കളറിൽ കാണിക്കുന്ന ആദ്യത്തെ 3 ബിറ്റ്സ് എന്ന് പറയുന്നത് പ്രസിഡൻസ് ബിറ്റ്സ് ആണെന്ന് പറയുന്നത്. അടുത്ത 4 ബിറ്റിനെ 1 2 3 4 DTRC എന്നാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനെ ആ ബിറ്റുകൾക്ക് പറയുന്ന പേരാണ് ടൈപ്സ് ഓഫ് സർവീസസ് എന്നാണ് പറയുന്നത്, TOS എന്നും പറയുന്നു. ആൻഡ് ദി ലാസ്റ്റ് ബിറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ DTRC എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രസിഡൻസ് ആദ്യത്തെ 3 ബിറ്റ് എന്ന് പറയുന്നത് പ്രസിഡൻസ് ബിറ്റാണ്. പ്രസിഡൻസ് ഈസ് എ 3 ബിറ്റ് സബ് ഫീൽഡ് റേഞ്ചിങ് ഫ്രം 0 to 7. അതായത് ഈ പ്രസിഡൻസ് ബിറ്റിൽ കാണുന്നത് 0 മുതൽ 7 വരെയുള്ള ഒക്ടറ്റ് നമ്പർ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അതായത് 000 തുടങ്ങി 111 വരെയുള്ള ഒക്ടൽ നമ്പർ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ഈ പ്രസിഡൻസിൽ. അതൊരു 3 ബിറ്റ് ഫീൽഡ് ആയിരിക്കും കാണുക. ദി പ്രസിഡൻസ് ഡിഫൈൻസ് ദി പ്രയോറിറ്റി ഓഫ് ദി ഡേറ്റാഗ്രാം ഇൻ ഇഷ്യൂസ് സച്ചസ് കൺജങ്ഷൻ. ഈ പ്രസിഡൻസ് ഫീൽഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന പാക്കറ്റിൻ്റെ പ്രയോറിറ്റി കാണിക്കാൻ വേണ്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ക്യൂവിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ആർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ളത്? ആദ്യം വന്ന ആൾക്കല്ലേ. അതുപോലെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റാഗ്രാമിലെ ഏത് പാക്കറ്റ്സിനാണോ പ്രയോറിറ്റി വേണ്ടത് അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രസിഡൻസ് 3 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തതാണ് 4 ബിറ്റ്സ് റെപ്രസെൻറ്റേഷനാണ്, അതായത് TOS എന്ന് പറയുന്നു. അതായത് ടൈപ്സ് ഓഫ് സർവീസസ് ആണ്. ടൈപ്സ് ഓഫ് TOS ടൈപ്സ് ഓഫ് സർവീസ് ബിറ്റ്സ് ആർ 4 bit subfield which each bit having the special meaning, although a bit can be either 0 or 1. One and only one of the bit can have the value of 1 in each datagram. The bit pattern and their interpretations are given in table 3.4. With only one bit set at a time, we can have 5 different types of services. നമുക്ക് 5 different types of സർവീസുകളാണ് ഉള്ളത്. അതിൽ ആ 4 ബിറ്റാണ് റെപ്രസെൻറ്റേഷൻ. 0000 എന്നാണ് ആ 4 ബിറ്റിൽ കണ്ടിരിക്കുന്നതിൻ്റെ അതിൻ്റെ അർത്ഥം ഇതാണ്, നോർമലാണ്. ദെൻ 0001 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മിനിമൈസ് കോസ്റ്റ് ആണ്. 0010 എന്ന് വെച്ചാൽ മാക്സിമൈസ് റിലയബിൾ ആയിരിക്കും. ദെൻ 0100 എന്ന് വെച്ചാൽ മാക്സിമൈസ് ത്രൂപുട്ട് ആയിരിക്കും. 1000 എന്ന് വെച്ചാൽ മിനിമൈസ് ഡിലേ. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന പാക്കറ്റ് ആദ്യമേ പ്രസിഡൻസ് ബിറ്റ് കാണും, അതിൻ്റെ പ്രയോറിറ്റി കാണും. അതിൻ്റെ കൂടത്തിൽ കാണുന്ന ടൈപ്സ് ഓഫ് സർവീസുകളാണ്. ഒന്നെങ്കിൽ ഇത് സെൻഡ് ചെയ്യുന്ന പാക്കറ്റ്സ് നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ മിനിമൈസ് കോസ്റ്റ് ആയിരിക്കും, മാക്സിമൈസ് റിലയബിലിറ്റി ആയിരിക്കും, മാക്സിമൈസ് ത്രൂപുട്ട്സ് ആയിരിക്കും, ദെൻ മിനിമൈസ് ഡിലേയ്സ്. ഈ ടൈപ്സ് ഓഫ് സർവീസുകളായിരിക്കും ആ 4 ബിറ്റ് ഫീൽഡിൽ കാണുക. ഇനി ഡിഫോൾട്ട് ടൈപ്സിൽ ചെറിയൊരു എക്സാമ്പിൾ പോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. ICMB എന്ന് വെച്ചാൽ നോർമൽ ആയിരിക്കും. ദെൻ ഇതിൽ ടെൽനെറ്റ്, SMTP ഉണ്ട്, DNS ഡൊമൈൻ നെയിം സിസ്റ്റം ഉണ്ട്, അതുപോലെ DNS, UDP, DNS, TCP, ടെൽനെറ്റ്, SNMP ഇതൊക്കെയുണ്ട്. അതായത് ഡിഫോൾട്ട് ടൈപ്സ് ഓഫ് സർവീസുകളാണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് 4 ബിറ്റ്സുകളാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടൈപ്സ് ഓഫ് സർവീസുകളാണ്. ഇതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണിക്കുന്ന ടൈപ്സ് ഓഫ് സർവീസുകൾ. ഓക്കെ, അടുത്തതാണ് ഇതിൽ നമ്മൾ കാണിക്കുന്നു ഡിഫറൻഷിയേറ്റഡ് സർവീസസ്. ഇൻ ദിസ് ഇൻ്റർപ്രിറ്റേഷൻ ദി ഫസ്റ്റ് 6 ബിറ്റ് മേക്ക് അപ്പ് ദി കോഡ് പോയിൻറ്റ് സബ് ഫീൽഡ് ആൻഡ് ദി ലാസ്റ്റ് 2 ബിറ്റ്സ് ആർ നോട്ട് യൂസ്ഡ്. ദി കോഡ് പോയിൻറ്റ് സബ് ഫീൽഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, ഇത് നമ്മുടെ IP വേർഷൻ 6ൻ്റെ 2 ടൈപ്സ് ഓഫ് സർവീസ്. അതായത് ഫസ്റ്റ് IETS ആദ്യമേ ഇതിനെ വിളിച്ചിരുന്നത് ടൈപ്സ് ഓഫ് സർവീസ് എന്നായിരുന്നു, സർവീസ് ടൈപ്സ് എന്നായിരുന്നു. രണ്ടാമതിനെ ഡിഫറൻഷിയേറ്റഡ് സർവീസ് എന്ന് പറഞ്ഞു. ഈ സർവീസ് ടൈപ്പിൽ ആദ്യത്തെ 3 ഫീൽഡ് പ്രസിഡൻസും പിന്നെയുള്ള 4 ബിറ്റ്സുകൾ ടൈപ്സ് ഓഫ് സർവീസാന്ന് പറഞ്ഞു. ലാസ്റ്റത്തെ ബിറ്റ്സ് യൂസ് ചെയ്യുന്നില്ല എന്നും പറയുന്നു. ആദ്യത്തെ ബിറ്റ് പ്രസിഡൻസിന് വേണ്ടിയായിരുന്നു, അടുത്ത് വരുന്ന 4 ബിറ്റ്സുകൾ ടൈപ്സ് ഓഫ് സർവീസിന് വേണ്ടിയാണ്. ഇനി അടുത്തത്, അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇതിന് പറയുന്ന പേരാണ് ഡിഫറൻഷിയേറ്റഡ് സർവീസ് എന്നാണ് പറയുന്നത്. അതാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, ഡിഫറൻഷിയേറ്റഡ് സർവീസസ് എന്ന്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇൻ ദിസ് ഇൻ്റർപ്രിറ്റേഷൻ ഫസ്റ്റ് 6 ബിറ്റ് മേക്ക് അപ്പ് ദി കോഡ് പോയിൻറ്റ് സബ് ഫീൽഡ് ആൻഡ് ദി
ലാസ്റ്റ് 2 ബിറ്റ്സ് ആർ നോട്ട് ഫീൽഡ്. അപ്പോൾ ഈ ഡിഫറൻഷ്യേറ്റഡ് സർവീസിൽ ആദ്യത്തെ 1 2 3 4 5 6 ബിറ്റ്സുകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. റിമൈനിങ് 2 ബിറ്റുകൾ യൂസ് ചെയ്യുന്നില്ല. ആദ്യത്തെ 6 ബിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തിനായിരുന്നു? കോഡ് പോയിൻറ്റ് സബ് ഫീൽഡ് ആണ്. ആൻഡ് ദി ലാസ്റ്റ് 2 ബിറ്റ് ആർ നോട്ട് യൂസ്ഡ്. ദി കോഡ് പോയിൻറ്റ് സബ് ഫീൽഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. ഇനി എന്താണ് കോഡ് ഫീൽഡ് സബ് ഫീൽഡ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. വെൻ ദി 3 rightmost bit are zeros, the 3 leftmost bit are interpreted the same as the precedence bit in the service type interpretation. In other ways, it is compatible with the old interpretation. When the 3 rightmost bits are not all zeros, the 6-bit define 64 service based on the priority assigned by the internet or local authority. The first category contains 32 service type. The second and the third each value 16. The first category 0, 2, 4, etc. up to 62 is assigned by the internet authorities. The second category 3, 7, 11, 15, etc. 63 can be used by the local authorities. The third category 1, 5, 9, etc. up to 61 is temporary, can be used for the experimental purpose. Okay. അപ്പോൾ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ 3 ബിറ്റ്സ്, വെൻറ്റ് 3 ബിറ്റ്സ് എന്താണ് സബ് ഫീൽഡ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ 3 റൈറ്റ് മോസ്റ്റ് ബിറ്റ്സ് ആർ നോട്ട് ഓൾ സീറോസ്. ഇപ്പോൾ ബിറ്റ്സ് ആർ 0 ആണെങ്കിൽ ദി ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ആർ ഇൻ്റർപ്രിറ്റഡ് ദി സെയിം ആസ് ദി പ്രിസിഡൻസ് ബിറ്റ് ഇൻ ദി സർവീസ് ടൈപ്പ് ഇൻ്റർപ്രിറ്റേഷൻസ്. ഇപ്പോൾ ആദ്യത്തെ 3 ബിറ്റ്സുകൾ 0 ആയിട്ടാണ് കാണുന്നത് എങ്കിൽ അടുത്ത റൈറ്റ് മോസ്റ്റ് ബിറ്റ് 0 ആയിട്ടാണ് കാണുന്നതെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്തായിട്ടാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്? സെയിം ആസ് ദി പ്രിസിഡൻസ് bits in the service type interpretation. In other words, it is compatible with the old interpretations. അതായത് ഈ റൈറ്റ് മോസ്റ്റ് ബിറ്റ് 3 എണ്ണം സീറോസ് ആണെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്തായിട്ടായിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? പ്രിസിഡൻസ് ബിറ്റ്സ് ഇൻ ദി സർവീസ് ടൈപ്പ്. ഏതിനാണോ നമ്മുടെ ഡാറ്റാഗ്രാമിൻ്റെ പ്രിസിഡൻസ് ബിറ്റ്സിനെ ആയിരിക്കും ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഈ 3 റൈറ്റ് മോസ്റ്റിൻ്റെ 3 ബിറ്റ്സ് സീറോസ് അല്ലെങ്കിൽ 6 bits define 64 services based on the priority assigned by the internet or local authority. അല്ലെങ്കിൽ ഈ റൈറ്റ് മോസ്റ്റ് സീറോസ് 3 റൈറ്റ് മോസ്റ്റ് ബിറ്റുകൾ 3 ബിറ്റുകൾ 0 അല്ലെങ്കിൽ നമ്മളവിടെ അസൈൻ ചെയ്യാൻ പോകുന്നു, പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദി ഇൻ്റർനെറ്റ് ഓർ ലോക്കൽ അതോറിറ്റി. ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളവിടെ പ്രയോറിറ്റി അസൈൻ ചെയ്തു. ഫസ്റ്റ് കാറ്റഗറി കണ്ടെയ്ൻ 32 സർവീസാണ്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞത് 32 സർവീസുകളാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറ്റഗറി എന്ന് പറയുന്നത് 16 സർവീസുകളാണ്. എന്ന് വെച്ചാൽ ആദ്യത്തെ കാറ്റഗറി 0 മുതൽ 0, 2, 4, etc. up to 64 അത് അതോറിറ്റി അത് അസൈൻ ചെയ്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഇൻ്റർനെറ്റ് അതോറിറ്റീസ്, അതായത് IETF ഇൻ്റർനെറ്റ് അതോറിറ്റീസിന് വേണ്ടിയായിരിക്കും ആദ്യത്തെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള 32 ബിറ്റ്സ് സർവീസ് ടൈപ്പുകൾ അസൈൻ ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 3, 7, 11, 15, 17 അങ്ങനെ എവിടെ വരെ പോകും? 63 വരെ പോകും. അത് അസൈൻ ചെയ്തിരിക്കുന്നത് ലോക്കൽ അതോറിറ്റീസ്, അതായത് ഓർഗനൈസേഷന് വേണ്ടിയായിരിക്കും. അടുത്തത് തേർഡ് കാറ്റഗറിയാണ്. അത് 1, 5, 9, 13 അങ്ങനെ എക്സെട്ര അപ് ടു 61 വരെ അത് അസൈൻ ചെയ്തിരിക്കുന്നത് എക്സ്പെരിമെൻ്റൽ പർപ്പസ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ പർപ്പസിന് വേണ്ടിയായിരിക്കും അത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഓർക്കുക, ആദ്യത്തെ 3 ബിറ്റ്സ് റൈറ്റ് മോസ്റ്റ് ബിറ്റ് സീറോസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പ്രയോറിറ്റി സർവീസ് പ്രിസിഡൻസ് ബിറ്റ്സ് ഇൻ ദി സർവീസ് ടൈപ്പ് ഇൻ്റർപ്രിറ്റേഷൻസ്. ഏത് പ്രിസിഡൻസ് ബിറ്റ്സിന് വേണ്ടി, അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റാഗ്രാമിൻ്റെ പ്രിസിഡൻസ് ബിറ്റ്സ് 0 to 7 വരെയുള്ള റെപ്രസെൻറ്റേഷൻസ് ആയിരിക്കും 3 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കും അവിടെ വരിക. അപ്പോൾ 0, 0, 0 എന്ന് പറഞ്ഞു. ഈ നമ്മുടെ സെൻഡ് ചെയ്യുന്ന ഡാറ്റാഗ്രാമിൻ്റെ പ്രസിഡൻസ് 6ാമത് എത്തിയാൽ മതിയെങ്കിൽ 6ൻ്റെ ബൈനറി ഡിജിറ്റ്സ് ആയിരിക്കും അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തത് 3 ബിറ്റ്സ് സീറോസ് അല്ല എങ്കിൽ അവിടെ റെപ്രസെൻറ്റേഷൻ വരുന്നത് 3 കാറ്റഗറി ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി ആൻഡ് തേർഡ് കാറ്റഗറി. ആദ്യത്തെ കാറ്റഗറിയിലുള്ള റെപ്രസെൻറ്റേഷൻസ് വരുന്നത് ഇൻ്റർനെറ്റ് അതോറിറ്റീസിന് വേണ്ടിയും രണ്ടാമത്തെ റെപ്രസെൻറ്റേഷൻസ് വരിക ലോക്കൽ അതോറിറ്റീസിന് വേണ്ടിയും അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ പർപ്പസിന് വേണ്ടിയുള്ളതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ രണ്ടാമത്തെ, അതായത് ഇപ്പോൾ നമ്മുടെ സർവീസിനെ വിളിക്കുന്ന ഡിഫറൻഷ്യേറ്റഡ് സർവീസ് എന്ന് സർവീസിനെ വിളിക്കുന്നത് ഡിഫറൻഷ്യേറ്റഡ് സർവീസിലാണ്. ഈ ഡിഫറൻഷ്യേറ്റഡ് സർവീസിൽ യൂസ് ചെയ്യുന്ന കോഡ് പോയിൻറ്റ്സ് എന്താണെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോഡ് പോയിൻറ്റ്. അടുത്തത് നെക്സ്റ്റ് ഫീൽഡാണ്
ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ദിസ് ഈസ് എൻ ബിറ്റ് ഫീൽഡ് ദാറ്റ് ഡിഫൈൻസ് ദി ടോട്ടൽ ലെങ്ത് ഹെഡർ പ്ലസ് ഡേറ്റ. ടോട്ടൽ ലെങ്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഹെഡർ പോർഷൻ മാത്രമല്ല ഡേറ്റ പോർഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് IPv4 ഡേറ്റാഗ്രാമിൻ്റെ. ടു ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ഡേറ്റാഗ്രാം കമ്മിങ് ഫ്രം ദി അപ്പർ ലെയർ, സബ്ട്രാക്ട് ദി ഹെഡർ ലെങ്ത് ഓഫ് ദി ടോട്ടൽ ലെങ്ത്. ദി ഹെഡർ ലെങ്ത് ക്യാൻ ബി ഫൗണ്ട് ബൈ മൾട്ടിപ്ലൈയിങ് ദി വാല്യൂ ഇൻ ദി HLEN ഫീൽഡ് ബൈ 4. അതായത് നമ്മൾ മുമ്പേ കണ്ടതാണ് ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. ടു ഫൈൻഡ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഡേറ്റ കമ്മിങ് ഫ്രം ദി അപ്പർ ലെയർ. അപ്പർ ലെയറിൽ നിന്ന് വരുന്ന ഡേറ്റയെ സബ്ട്രാക്ട് ദി ഹെഡർ ലെങ്ത് ഫ്രം ദി ടോട്ടൽ ലെങ്ത്. ദി ഹെഡർ ലെങ്ത് ക്യാൻ ബി ഫൗണ്ട് ബൈ മൾട്ടിപ്ലൈയിങ് ദി വാല്യൂസ് ഇൻ ദി ഹെഡർ ലെൻ HLEN ഫീൽഡ് ബൈ 4. നമ്മൾ പറഞ്ഞു ഏറ്റവും മിനിമൽ വാല്യൂ 20 ആണെങ്കിൽ അതിങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് 5. ഇപ്പോൾ ഹെഡർ HLN ഫീൽഡിൽ കാണുന്നത് 5 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 5 × 4 = 20. അതായിരിക്കും ടോട്ടൽ ലെങ്ത്. അതേപോലെ HLN ഫീൽഡിൽ കാണുന്നത് 15 ആണെങ്കിൽ എന്തായിരിക്കും? 15 × 4 = 16. അതായിരിക്കും നമ്മുടെ ടോട്ടൽ ലെങ്ത് ആണ്. ഇഫ് ദി സൈസ് ഓഫ് ആൻ IPv4 ഡേറ്റാഗ്രാം ഈസ് ലെസ് ദാൻ 46 ബൈറ്റ്, സം പാഡിംഗ് വിൽ ബി ആഡഡ് ടു മീറ്റ് ദിസ് റിക്വയർഡ്. നമുക്ക് കണ്ടതാണ് ഓൾറെഡി ഡേറ്റ പ്ലസ് പാഡിംഗ് എന്ന് കാണാറുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഈ വരുന്ന ഡേറ്റാഗ്രാമിൻ്റെ സൈസ് 46 ബൈറ്റ്സിനേക്കാളും താഴെയാണ് എപ്പോഴും നമുക്ക് കാണുക. മിനിമം റേഞ്ച് എന്ന് പറയുന്നത് 20, മാക്സിമം എന്ന് പറയുന്നത് 16. 20നും 60നും ഇടയ്ക്കായിരിക്കും ആണല്ലോ. അപ്പം ഈ HLNൽ വരുന്ന ഫീൽഡ് ഇൻറ്റു 4 ചെയ്യുന്നതാണ് നമ്മുടെ ഡാറ്റാഗ്രാമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ലെങ്ത് 46 ബൈറ്റിനേക്കാളും കുറവാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്തൂടെ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൂടി ആഡ് ചെയ്യേണ്ടി വരും. ഇൻ ദിസ് കേസ് വെൻ എ മെഷീൻ ഡീക്യാപ്സുലേറ്റ് ദി ഡാറ്റാഗ്രാം, അങ്ങനെയുള്ളപ്പോൾ എന്താ ചെയ്യുക? വീണ്ടും നമ്മുടെ ഡാറ്റാഗ്രാമിനെ ഡീക്യാപ്സുലേറ്റ് ചെയ്യും. ഇറ്റ് നീഡ് ടു ചെക്ക് ദി ടോട്ടൽ ലെങ്ത് ഫീൽഡ് ടു ഡിറ്റർമൈൻ ഹൗ മച്ച് ഈസ് റിയൽ ഡാറ്റ ആൻഡ് ഹൗ മച്ച് ഈസ് പാഡിംഗ്. അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്ന എക്സ്ട്രാ വരുന്ന ഡേറ്റാസാണ് പാഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഡീക്യാപ്സുലേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന എക്സ്ട്രാ ഡേറ്റാസാണ് പാഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡുകൾ എന്ന് പറയുന്നത്, ഡേറ്റാഗ്രാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീൽഡുകൾ. അതിൽ നമ്മൾ കണ്ടു VER എന്ന് പറയുന്നത് വേർഷൻസ് ആണ്. ദെൻ HLN എന്ന് പറയുന്നത് എന്താണ്? HLN ഫീൽഡ് എന്ന് പറയുന്നത് ഹെഡർ ലെങ്ത് ആണ്, ഹെഡർ പോർഷൻ്റെ ലെങ്ത് ആണ്. ദെൻ സർവീസ് ടൈപ്സുകൾ നമ്മൾ കണ്ടു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർവീസും ഡിഫറൻഷിയേറ്റഡ് സർവീസും ടോട്ടൽ ലെങ്ത് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഓഫ് ദി IPv4 ഡേറ്റാഗ്രാം ഫോമാറ്റ് എന്ന് പറയുന്നത്. താങ്ക് യു.